ആശയവിനിമയം നടത്തിയിട്ടുണ്ടാകും. അതിൻ്റെ ഭാഗമായി തന്നെയാകും ഒരു പുതിയ പോർമുഖം തുറക്കുന്നതിൻ്റെ ഭാഗമായി രാജ്മോഹൻ ഉണ്ണിത്താൻ വക്താവസ്ഥാനം ഒഴിയട്ടെ എന്ന തീരുമാനമെടുത്തിട്ടുണ്ടാവുക. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഊന്നൽ തന്നെ കണ്ടില്ലേ, ഹൈക്കമാൻഡിൻ്റെ ഭാഗമായി നിൽക്കുക, അതിൻ്റെ ഭാഗമായി ഇവിടെ ഗ്രൂപ്പ് തർക്കങ്ങളുടെ രക്തസാക്ഷികളാകുന്നവരെ ഹൈക്കമാൻഡ് സംരക്ഷിക്കട്ടെ എന്ന ഒരു ഉയർന്ന നിലയിലേക്ക് പോകുന്നു. അത് സുധീരൻ്റെ ബുദ്ധി തന്നെയല്ലേ? പക്ഷേ ആയിരിക്കാം, ആരുടെ ബുദ്ധിയാണെങ്കിലും ഇതിനെ വേറിട്ട് കാണാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഗ്രൂപ്പ് വഴക്ക് കോൺഗ്രസിൽ പുതുമയുള്ള കാര്യമല്ലല്ലോ. എത്രയോ കാലം നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലേ. രാത്രി പാതിരായ്ക്കൊക്കെ ക്ലിഫ് ഹൗസിൽ കിടന്ന് മഞ്ഞും കൊണ്ട് മഴയും കൊണ്ട് അവിടെ കിടന്ന് റിപ്പോർട്ട് ചെയ്ത പാതിരായ്ക്ക് വരെ. നമുക്കത് ഒരു പുത്തിരിയൊന്നുമല്ല. കരുണാകരനും ആന്റണിയും തമ്മിൽ നടന്ന ക്ലാസിക് യുദ്ധം. പക്ഷേ ആ യുദ്ധത്തിന് അന്തസ്സം ഉണ്ടായിരുന്നു കേട്ടോ. ആ യുദ്ധത്തിന് ഒരന്തസ്സുണ്ടായിരുന്നു, അത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു മാന്യത ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ഒരു രസമായിരുന്നു അത്. ആ ഗ്രൂപ്പ് വഴക്ക് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കൂടെ ആയിരുന്നു. അതോർക്കണം. കോൺഗ്രസ് അത് നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. ആ ഗ്രൂപ്പ് വഴക്കിന് ആന്റണി ജയിക്കുമ്പോഴും തോക്കുമ്പോഴും കരുണാകരൻ ജയിക്കുമ്പോഴും തോക്കുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് കോൺഗ്രസ് പുഷ്ടിപ്പെടുകയായിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാർ വളരുകയായിരുന്നു. പുതിയ കെ കരുണാകരൻ എത്രയോ നല്ല ചെറുപ്പക്കാരെ കേരളത്തിലെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു. ജി കാർത്തികൻ ഉൾപ്പെടെയുള്ള എത്രയോ നല്ല ഒന്നാന്തരം നേതാക്കന്മാരെ കൊണ്ടുവരിക. രമേശ് ചെന്നിത്തല കരുണാകരൻ്റെ സൃഷ്ടികളല്ലേ. ഇവരെല്ലാം കൂടി കരുണാകരനെ എന്ത് ചെയ്തൊന്നും അത് വിഷയമല്ല. പക്ഷേ ദയനീയമാണ് വേണു ഇന്നത്തെ സ്ഥിതി. ഈ കേരളമല്ലേ, ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം നോക്ക്. ഈ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇവിടെയാണോ നിൽക്കേണ്ടത്? ആ ഒരു ചോദ്യമല്ലേ സാധാരണ കോൺഗ്രസ്സുകാരൻ, സാധാരണ മലയാളി. ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, പക്ഷേ സാധാരണക്കാരൻ. ഞാൻ ഈ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുകയുള്ളൂ, അത് കാര്യം വേറെ. കാരണം കോൺഗ്രസ് ഇങ്ങനെ അധപ്പതിക്കാമോ? കോൺഗ്രസ് ഇങ്ങനെ തരം താഴാമോ? ഇത്രയും ജീർണതകൾ കേരളത്തിലെ മുന്നേ കൊണ്ടിടാമോ? കേരളത്തിൻ്റെ മുമ്പിൽ ഇതാണോ ഈ സാഹചര്യം ആവശ്യപ്പെടുന്നത്? രാഹുൽ ഗാന്ധി വലിയ നേതാവത്രേ, അദ്ദേഹത്തിന് കേരളം നിയന്ത്രിക്കാനുള്ള ശേഷിയുണ്ടോ? സുധീരൻ KPCC അധ്യക്ഷനാണ്, ധൈര്യമുണ്ട്. ഇത് അദ്ദേഹം മിണ്ടിയിട്ടില്ലല്ലോ. AK ആന്റണി മിണ്ടിയിട്ടില്ലല്ലോ. ഉമ്മൻചാണ്ടി ഒറ്റ അക്ഷരം മിണ്ടുന്നില്ലല്ലോ. എന്താണ് മിണ്ടാത്തത്? അവർക്ക് മിണ്ടാനുള്ള ആധികാരികതയില്ല. അതുകൊണ്ടല്ല അവർക്ക് വേണ്ടി മറ്റുള്ളവർ മിണ്ടുന്നുണ്ട്. ഒരു നിർണായക ഘട്ടത്തിൽ അവർ രംഗപ്രവേശം ചെയ്യുമെന്നതാണ് അതിലെ രാഷ്ട്രീയ ഈ ജീർണത, ഈ ദയനീയത അല്ല കോൺഗ്രസ്സുകാർക്കും ജനങ്ങൾക്കും വേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളെ ഞാൻ. ശരി, ഞാൻ ഇടവേളയ്ക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് മുരളി മറ്റാർക്കോ വേണ്ടി ശിഖണ്ഡി യുദ്ധത്തിലാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആക്ഷേപിക്കുമ്പോൾ മുരളിക്ക് പിന്നിൽ ആര്? ഇടവേളയ്ക്ക് ശേഷം. ശിഖണ്ഡി യുദ്ധത്തിന് പിന്നിലാര് എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ ഫക്രുദ്ദീൻ അലി, കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇനി പറയുന്ന പ്രകാരത്തിലാണ്. അത് എത്രമാത്രം അടിസ്ഥാനമുള്ളതാണ് എന്നത് സംശയാസ്പദമായിരിക്കാം. എങ്കിൽ പോലും ഒന്ന്, കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ അറിവോടെയാണ്. ലീഗിനും ഈ കാര്യങ്ങൾ അറിയാം. അന്തിമമായി ഇത് സുധീരനെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക എന്ന അവസാന യുദ്ധത്തിൻ്റെ പടപ്പുറപ്പാടാണ്. ഇന്നിപ്പോൾ വൈകിട്ട് രാത്രിയിൽ രമേശും മുരളീധരനും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. രമേശിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചാൽ അറിയാം, മുരളീധരനെ തള്ളി പറഞ്ഞിട്ടേയില്ല എന്ന് മാത്രവുമല്ല, പിന്തുണയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അന്തിമ യുദ്ധമാണ്. ആ അന്തിമ യുദ്ധത്തിൽ എന്തായാലും സുധീരൻ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഐയുടെ നേതാവായിരിക്കുന്ന രമേശിന് എയെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ സുധീരൻ പക്ഷത്തിന് നിയമസഭയിൽ അങ്ങനെ പ്രാതിനിധ്യമൊന്നുമില്ല. മുന്നോട്ട് പോകണമെങ്കിൽ രമേശിന് എ കൂടാതെ കഴിയില്ല. പിന്നെ ലീഗ് എയ്ക്കൊപ്പമാണ്, ഉമ്മൻചാണ്ടിക്കൊപ്പമാണ്. ലീഗിനെ പിണക്കിക്കൊണ്ടും രമേശ് ചെന്നിത്തലയ്ക്ക് സ്വന്തം സ്ഥാനം ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുക സുധീരൻ പക്ഷമാണ്. അത് ഇല്ലായ്മ ചെയ്യുക എന്ന എ ഗ്രൂപ്പിൻ്റെ അവസാന കരുനീക്കത്തിലെ ഒന്നാമത്തെ പടയാളിയാണ് മുരളി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അതിനുള്ള സാധ്യതയൊന്നും ഞാൻ കാണാതിരിക്കുന്നില്ല. കാരണം സുധീരൻ എല്ലാവർക്കും ഒരു ത്രട്ടായി മാറിയിട്ടുണ്ട് എന്നൊരു വാസ്തവമാണ്. സുധീരൻ ഈ പറയുന്ന കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ വന്ന പരാജയത്തോടു കൂടി, കാരണം ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തെ പിടിവാശികൾ മൂലം ഹൈക്കമാൻഡിനെ പിണക്കി. ഇപ്പോൾ ആന മെലിഞ്ഞാലും തൊഴുത്ത് കെടുത്താൻ പറ്റുമോ? ഹൈക്കമാൻഡിന് പണ്ടത്തെ പ്രഭാവം ഇല്ല എങ്കിലും ഹൈക്കമാൻഡ് ഇപ്പോഴും കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ. അപ്പോൾ അവസാനം ഹൈക്കമാൻഡ്, സാധാരണ കോൺഗ്രസ്സുകാർ ഹൈക്കമാൻഡ് എന്ത് പറയുന്നത് നോക്കുള്ളൂ അവസാനം.
അപ്പം ഈ ഹൈക്കമാൻഡിൻ്റെ ഹൈക്കമാൻഡ് വലിയ പിടിയുള്ള സുധീരൻ ഈ ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ പിണക്കിയൊരു സാഹചര്യത്തിൽ നടത്തിയ വളരെ കൃത്യമായിട്ടൊരു ഓപ്പറേഷനാണ് ഈ പറയുന്ന പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കൽ. അത് ഞാൻ മനസ്സിലാക്കിയെടുത്താൽ അദ്ദേഹം ചെയ്തത്, പിന്നെ ഉണ്ണിത്താൻ ചേട്ടൻ ചിലപ്പോൾ അംഗീകരിച്ചിടണമെന്നില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല കൊടുത്ത മൂപ്പർക്ക് സുധീരന് താല്പര്യമുള്ള പേരുകൾ മൂപ്പർ ഒപ്പോസ് ചെയ്തിട്ടില്ല. ഇപ്പം കോഴിക്കോട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കോട്ടയമാണ്, 2 സ്ഥലത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞ ആളുകളെ മൂപ്പർ ഒപ്പോസ് ചെയ്തില്ല, ഉമ്മൻചാണ്ടിക്ക് തന്നെ കൊടുത്തു. അങ്ങനെ വളരെ ബുദ്ധി ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണ്. അങ്ങനെ മാത്രമേ സുധീരന് നിൽക്കാൻ പറ്റുള്ളൂ. സുധീരൻ ആ രീതി പോകുന്നതൊക്കെ നല്ലതായിരുന്നു. കാരണം കോൺഗ്രസ് ഈ രീതി പോയാൽ പോരാ. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഞാൻ പണ്ടേ പറയുന്നത്, എൻ്റെ വീട്ടിലൊക്കെയാണ് ഇവരുടെ ബൂത്ത് കമ്മിറ്റിയൊക്കെ കൂടിക്കൊണ്ടിരുന്നത്. കാരണം അപ്പോൾ കോൺഗ്രസ് തന്നെ ആയതുകൊണ്ട് അന്ന് തൊട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വരുന്ന പിള്ളേർ അന്ന് ഇതിൻ്റെ ഈ ഗ്രൂപ്പ് കളി ഒന്നും ചെയ്യാൻ കണ്ടിട്ട് ഒന്നീ BJP-യിലേക്ക് പോകുക, അല്ലെങ്കിൽ CPM-ലേക്ക് പോകുന്നതാണ്. അന്ന് നമ്മളവിടെ കോൺഗ്രസ് അടക്കം വന്നിട്ടുണ്ട്. ഞാനൊക്കെ ഇടതുപക്ഷക്കാരനാണ്, SFI-ക്കാരനാണ്. പക്ഷേ കോൺഗ്രസ് ഇവിടെ ഇല്ലാതാവരുത്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഇവർക്കൊന്ന് ഗ്രൂപ്പ് കളിക്കാനായിരുന്നു താല്പര്യം. ഇപ്പം മലബാറിലെ കാര്യം എനിക്ക് വളരെ കൃത്യത, അതാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. അവിടെ ബൂത്ത് കമ്മിറ്റി, മണ്ഡല കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി എല്ലാം തന്നെ നിർജ്ജീവമാണ് കുറേ കാലം. പിന്നെ CPM-നെതിരെയുള്ള ഒരു കളി കൊണ്ട് BJP-യുടെ ഒരു സപ്പോർട്ടോട് കൂടി പിന്നെ ലീഗ് നന്നായി പ്രവർത്തിക്കും. ഇങ്ങനെയൊക്കെയാണ് അവിടെയൊക്കെ ജയിച്ചു വരുന്നത്. പിന്നെ കുറച്ച് പരമ്പരാഗത കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിനൊരു മാറ്റം വരണം. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കോൺഗ്രസ് മാറണം, വേരുകൾ ശക്തമാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഭാഗത്ത് CPM, മറുഭാഗത്ത് കോൺഗ്രസ്സുള്ള ആ സെക്യുലർ ഇക്വിലിബ്രിയം കേരളത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇത്ര ഇടപെടൽ വേണം. പക്ഷെ അതിന് ഉമ്മൻചാണ്ടി പിണക്കിക്കൊണ്ട് പറ്റില്ല. അതാണ് പ്രശ്നം. കോൺഗ്രസ്സിൽ നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലോ കോൺഗ്രസ്സുകാരൻ പോയാൽ ഭരിക്കുന്ന സമയത്ത് പോലും വില കിട്ടില്ല. പക്ഷേ CPM-മാരെ ഭരണത്തിലല്ലേ പോലും വില കിട്ടും. അവിടെ കോൺഗ്രസ്സുകാരന് വേണ്ടി പറയാൻ ഉമ്മൻചാണ്ടി ഉണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ AK ആന്റണി കോൺഗ്രസ്സുകാർക്ക് അനഭിമാനമായി മാറിയത്? മൂപ്പര് വന്ന സമയത്ത് കോൺഗ്രസ്സുകാർക്ക് മൊത്തം പോലീസ് സ്റ്റേഷനിൽ അടി കിട്ടിയായിരുന്നു. അപ്പോൾ സുധീരൻ അപ്പോൾ അങ്ങനെ പറയും. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി കോൺഗ്രസ്സുകാർക്ക് വേണ്ടി അയാൾ മരിച്ചതെന്നും അതുപോലെ പൊതുസമൂഹത്തിനാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു സ്വാധീനമുണ്ട്. ആ ഉമ്മൻചാണ്ടിയെ പിണക്കിക്കൊണ്ട് വേണ്ട വിധം അക്കോമഡേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോയെന്നുള്ളതാണ് സുധീരൻ്റെ പ്രശ്നം. പിന്നെ രണ്ടാമത്തെ ഒരു പ്രോബ്ലം നമ്മൾ എല്ലാവർക്കും അറിയാം. സുധീരൻ നമുക്ക് ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ ഈ ഒരു ആഘോഷിക്കാൻ പറ്റിയ നേതാവാണ്. അദ്ദേഹത്തിന് പുതിയ മേഖലകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പാർട്ടി ഉണ്ടാക്കാനോ കെട്ടിപ്പടുക്കാനോ യുദ്ധം ചെയ്യാനോ പറ്റിയ നേതാവല്ല. അത് അദ്ദേഹത്തെ പോലെയുള്ള ശുദ്ധന്മാരായ ആളുകളുടെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ പതുക്കെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള ഒരു ശ്രമം കോൺഗ്രസിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള വസ്തുവാണ്. അതിൽ പിന്നെ മാത്രമല്ല, മുമ്പത്തെ പോലെയല്ല. കോൺഗ്രസിന് ഇപ്പം വേറെ സംഭവം എന്ന് വെച്ചാൽ, 2 ഗ്രൂപ്പ്, അതേസമയം തൊട്ടുകൂടാത്ത 2 ഗ്രൂപ്പ് എന്നതിലുപരിയായിട്ട് പൊതുശത്രുവിനെതിരെ വളരെ ഫ്ലെക്സിബിളായിട്ട് ഒത്തുവരുന്ന ഒരു രീതി കൂടി കോൺഗ്രസ് ഉണ്ട്. അതുകൊണ്ട് വേണു പറഞ്ഞൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, സുധീരന് പറ്റിയ വേറൊരു പ്രശ്നമുണ്ട്. സുധീരന് ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇമേജ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ മോശമാക്കി, അല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി നേടുന്ന സംഭവമാണ് നോട്ട് അസാധുവാക്കൽ. അതിന് UDF-ഉം LDF ഒരുമിച്ച് സമരരംഗത്ത് വരേണ്ടതായിരുന്നു. കാരണം ശത്രു ഒന്നാണ്. അതിന് സുധീരനാണ് ക്ലിപ്പിട്ടത്. അതിൻ്റെ പ്രശ്നം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഉണ്ടാവും, സാധാരണ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവും. ഇത് ഒരു നല്ലൊരു കോൺഗ്രസ് തന്നെ ഇന്ന് പ്രതീക്ഷിക്കേണ്ടതല്ല. കാരണം എന്ന് വെച്ചാൽ നേരെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോയത്. ആ ഒരു മാതൃകയായിരുന്നു മിനിമം സുധീരൻ്റെ പ്രതീക്ഷ. അതുണ്ടായില്ല. ഒറ്റ കാര്യം കൂടി, രണ്ടാമത് പറഞ്ഞതിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ മദിനെ UAPA പിന്നെ LDF ഗവൺമെൻറ്റാണ്. കാരണം അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കർണാടകയിലെ അന്നത്തെ BJP ഗവൺമെൻറ്റാണ് അത് കൊണ്ടുവന്നത്. അപ്പം ചുമത്തിയത് അത് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, അന്ന് നിയമസഭ അംഗമാണ് നമ്മളെ കണ്ടെത്താനും അതിന് എല്ലാ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അന്നത്തെ LDF ഗവൺമെൻറ് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഇപ്പോഴേ ഒരൊറ്റ ഘടകം മാത്രമേ ഉള്ളൂ. അത് ഉമ്മൻചാണ്ടിയും VM സുധീരനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഈ രണ്ടു പേരിൽ ഒരാൾ അടിയറവ് പറയാതെ കോൺഗ്രസിലെ പ്രശ്നം തീരത്തില്ല. ആ സിമ്പിൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നാട്ടുകാർക്ക് വേണ്ടി കൺഫേം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് A ഗ്രൂപ്പ് ചെറിയാൻ ഫിലിപ്പ് പുറത്തു പോയത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ A ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ മനസ്സിലായത്. ഒരു ഭാഗത്ത് ചെറിയാൻ ഫിലിപ്പും സുധീരനും ആന്റണിയും കൂടെ നിൽക്കുന്നു, മറുഭാഗത്ത് ഇവരുടെ ഈ ഭീഷണി തിരിച്ചത് ഉമ്മൻചാണ്ടിക്ക് കൂടുതൽ ജനകീയനായി A ഗ്രൂപ്പിൽ, അല്ലേ? അതെ അതെ അതെ. ശരി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ സുധീരനെ നീക്കുക എന്ന അന്തിമ പോരാട്ടത്തിന് A ഗ്രൂപ്പ് തയ്യാറെടുത്തിരിക്കുന്നത് വ്യക്തമാണല്ലോ. താങ്കൾക്കിപ്പോൾ വിലങ്ങുകളില്ല. നിഷ്പക്ഷമായും നീതിപൂർവമായും സത്യസന്ധമായും താങ്കൾക്ക് ഈ നിമിഷം സംസാരിക്കാൻ കഴിയുമല്ലോ. അതിലേക്കുള്ള ഒരു ഐക്യപ്പെടൽ രമേശും ഉമ്മൻചാണ്ടിയും മുരളിയും ലീഗും എല്ലാം ചേർന്നത്, അങ്ങനെയല്ലേ ഇപ്പോൾ നടക്കുന്ന നീക്കം? അല്ല, ആരോടൊപ്പം ചേർന്നാലും VM സുധീരനെ KPCC പ്രസിഡൻ്റ് ആക്കിയത് ഹൈക്കമാൻഡാണ്. തൽക്കാലം കേരളത്തിലെ PCC നേതൃത്വത്തിൽ ഒരു മാറ്റമില്ലെന്ന് പ്രഖ്യാപിച്ചതും ഹൈക്കമാൻഡാണ്. ഈ 14 ജില്ലാ പ്രസിഡന്റുമാരെ ഇപ്പം നിയമിച്ചതും ഹൈക്കമാൻഡാണ്. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ ആരോട് ചേർന്ന് ആർക്കെതിരെ എന്തു ചെയ്താലും ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകില്ലെന്നുള്ളതാണ് കഴിഞ്ഞ കാല സംഭവവികാസങ്ങൾ തെളിയിച്ചിട്ടുള്ളത്.
ആ സംഭവവികാസങ്ങൾ തന്നെയാണ് ഇനിയും ആവർത്തിക്കാൻ പക്ഷെ പോകുന്നത്. നീക്കം നടക്കുന്നുണ്ടോ? നീക്കം ആര് നടത്തിയാലും നീക്കം ഫലവത്താകില്ല. അങ്ങയുടെ ശിഖണ്ഡി പ്രയോഗത്തിന്റെ അർത്ഥം? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ മുരളീധരൻ, ഞാൻ വളരെ സത്യസന്ധമായി ചാനലിൽ പറയുകയാണ്, ഞാൻ ഇന്നലെ മുരളീധരനെതിരെ നടത്തിയ പ്രതികരണം മുരളീധരൻ്റെ പ്രസംഗമാണ്. അപ്പോൾ മുരളീധരനും ഞാനുമായിട്ടാണ് ഇക്കാര്യത്തിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് ആ മുരളീധരന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു ധാരണ ഇന്നലെ വരെ എനിക്കില്ല. കെ സി ജോസഫിന്റെ കത്ത് ഇന്ന് വന്നപ്പോൾ ചില ആളുകൾ കത്തുകളുമായി രംഗത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുരളീധരൻ അല്ല ഇതിൽ കക്ഷി, വേറെ ചില ആളുകളാണ് എന്ന് പറയുമ്പോൾ എ ഗ്രൂപ്പ്. അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ അത് ക്ലാരിറ്റി കിട്ടും. സുധീരനെ ഇവിടെ വെച്ചത് ഹൈക്കമാൻഡാണ്. അപ്പോൾ സുധീരനെ മാറ്റാൻ ആവനാഴിയിൽ അവസാനത്തെ ആയുധം പ്രയോഗിച്ചിട്ട് നടന്നില്ല. ഇപ്പം 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെ നിയമിച്ച സുധീരനല്ല, ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡിനെ ഡയറക്റ്റായിട്ട് എതിർത്താൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ചില ആളുകൾ ദിവസക്കൂലിക്ക് ആളുകളെ വാടകയ്ക്കെടുത്താണ് മുമ്പ് എതിർത്തിരിക്കുന്നത്.